മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. ടൈം ടേബിളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് പഠിക്കാൻ വലിയ മൂടൊന്നുമില്ല. പഠിക്കാനെ പറ്റി ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു ഫ്ലോക്ക് അങ്ങ് പൊക്കോളും എന്ന മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നത്. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ പാരൻസ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ നാണയത്തുണ്ടും അവരുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ശേഖരിച്ച് വെക്കുന്ന ഓരോ നാണയത്തുണ്ടും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എണ്ണി കൊടുക്കണം. അവരുടെ ആഗ്രഹങ്ങളുടെ അവരുടെ വിയർപ്പ് ഇതിനൊക്കെ ആകെ തുക എന്ന് പറഞ്ഞാൽ അവർ മാറ്റിവെച്ച് ചെറിയൊരു പൈസയാണ്. ആ പൈസ നിങ്ങൾ ചോദിച്ചാൽ അവർ തരും. പക്ഷേ ആ അധ്വാനത്തിൻ്റെ ഓരോ നാണയത്തുണ്ടും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മേശയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പരീക്ഷകളെയോ പരീക്ഷാ ടൈം ടേബിളിനെയോ പരീക്ഷാ സമയത്തെയോ വകവെക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നോ വറീസ്, നോ പ്രോബ്ലം. ബട്ട് ഒരൊറ്റ നേരം എന്തെങ്കിലും ഒരു നന്ദി നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ കാണിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഈ സമയം. കാരണം അവർക്ക് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ ഭാവിയെപ്പറ്റി, നിങ്ങളുടെ മാർക്കിനെ പറ്റി, നിങ്ങൾ നെക്സ്റ്റ് അടുത്ത വർഷം നിങ്ങൾ എവിടേക്ക് പോകണം എന്ന് ആലോചിക്കുന്നതിനെ പറ്റി വലിയ കൺസേൺ അവർക്കുണ്ട്. കാരണം അവരുടെ മക്കളാണ് നിങ്ങൾ ഒരിക്കലും ഇല്ലാതാവാൻ, നശിച്ചു കാണാൻ ഒരാളും ആഗ്രഹിക്കില്ല. എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം എൻ്റെ മക്കൾ. കാരണം നാളെ എൻ്റെ കാലൊന്ന് ഇടറുമ്പോൾ പിടിക്കാൻ അവരാണ് കൂടെ ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും മിനിമം നിങ്ങൾ ഏതെങ്കിലും ഈ എക്സാംസ് നിങ്ങൾ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ പറയും സാറേ പഠിക്കാൻ ഇരിക്കുന്നുണ്ട് സാറേ, പല ഡിസ്ട്രാക്ഷൻസ് ആണ് സാറേ, പല രീതിയിൽ അവിടെ നിന്ന് അത് തോന്നും ഇത് തോന്നും. പഠിക്കാനിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരിക്കും, യൂട്യൂബിൽ മെസ്സേജ് ഉണ്ടായിരിക്കും, പാട്ട് കേൾക്കും. പഠിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരും. ഇതിനൊക്കെ ഒരു സിമ്പിൾ സൊല്യൂഷനായിട്ട് നിഹാൽ സാറേ വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങളുടെ മനസ്സിനോട് പറയാം, ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം നിങ്ങൾ പറയാം ഞാൻ ഇത് വെറുതെ ഇരിക്കുന്നതല്ല. ബ്രെയിൻ വിചാരിക്കും നിങ്ങൾ സാധാ ഇരിക്കുന്ന പോലെ മൊബൈൽ ഫോണിൽ കളിക്കുന്ന പോലെ എന്തോ കളിക്കാവുന്നിരിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കാം. ആ ബ്രെയിനോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഞാൻ ഇപ്പം ഈ സമയം മാറ്റി വെക്കുന്നത് അത് ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ്, അത് ഞാൻ പഠനത്തിന് വേണ്ടി മാത്രമാണ്. ഏറ്റവും ബേസിക്കായി നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട കാര്യം ഇതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കണം. നിങ്ങളെ തൊട്ടടുത്തൊരു വെള്ള പേപ്പർ ഉണ്ടായിരിക്കും. ആ വെള്ള പേപ്പറിൽ നമ്പർ 1 ഇട്ട് നിങ്ങൾ എഴുതണം ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു, ഫോട്ടോസ് നോക്കി, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിച്ചു, ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ആക്കി. കുറച്ച് നിങ്ങൾ മെയിൻ പറയണം വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. രണ്ടാമത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നും തുറക്കണ്ട, അവിടെ എഴുതി വെച്ചാൽ മതി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ആക്കി. മൂന്നാമത്തെ പറയും മതി ഇനി പഠിച്ചോ, ഇനി നമുക്കൊന്ന് പുറത്ത് നോക്കി എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. വെറുതെ പറയാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ ഇടങ്ങേറുണ്ടാക്കുന്ന ഇങ്ങനെ പറയുക പുറത്തൊരു സാധനം ഉണ്ട്, വെറുതെ അങ്ങോട്ട് പോയി നോക്ക്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിപ്പോയി. മൂന്നാമത്തെ ഞാൻ പുറത്തിറങ്ങിപ്പോയി. നാലാമത്തെ ഇന്ന് കഴിഞ്ഞ കൊല്ലം എന്തോ നടന്ന കാര്യത്തെ പറ്റി ഇങ്ങനെ വരും, നമ്മുടെ ബ്രെയിൻ അങ്ങനെ വരും, വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ അതിങ്ങനെ എഴുതി വെക്കുക. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഓരോ കാര്യവും ഒരു വെള്ള പേപ്പറിൽ തൊട്ടടുത്ത് അങ്ങനെ ലിസ്റ്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഒരു 5-8 എണ്ണം കഴിയുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും ഈ ഇരുത്തം അതൊരു വെറുതെ ഉള്ള ഇരുത്തല്ല, ഈ ഇരുത്തം ഒരു വെറുതെ ഉള്ള ഇരുത്തല്ല, അവൻ കാര്യമായിട്ട് എന്തിനുള്ള ഇരുത്താണ്, അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടാക്കണ്ട എന്നുള്ള സാധനം ഓട്ടോമാറ്റിക് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ പല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യും. കാരണം ബ്രെയിനിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾ എത്ര ക്ലാസ് ഡെയിലി കേൾക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സല്ലേ കേൾക്കുന്നത്, എത്ര ആൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ നിങ്ങളെ പ്രായം കഴിഞ്ഞ് വന്നാൾ എനിക്കറിയാമത്. ആ ബ്രെയിൻ കേൾക്കുന്നത് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്ന പോലെ, ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെയാണ്. നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കുന്ന പോലെയാണ് ക്ലാസ് കേൾക്കുന്നതും എന്ന രീതിയിലാണ് ബ്രെയിൻ അതിനെടുക്കുന്നത്. ആ ബ്രെയിനോട് നിങ്ങൾ പറയുന്നത് ഞാൻ പാട്ടല്ല കേൾക്കുന്നത്, ക്ലാസ് ആണ് കാണുന്നത് എന്ന ബോധം ബ്രെയിൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ മൊത്തം അതിലേക്കാണ്. ഒരു 5-10-15 മിനിറ്റെങ്കിലും നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തെറ്റാതിരിക്കുന്നുണ്ട് എന്ന് ബ്രെയിന് തോന്നിയാൽ ബ്രെയിൻ വിചാരിക്കുക യെസ് അദ്ദേഹം സംതിങ് എന്തോ ബിസി ആയ കാര്യത്തിലാണ്, അവന് വേണ്ട കാര്യത്തിലാണ്. ഇത് ബ്രെയിനിനെ കൊണ്ട് നമ്മൾ തോന്നിപ്പിച്ച മക്കളെ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഓരോ വിദ്യാർത്ഥിക്കും ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾ ഇരുന്ന് പഠനം സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലും എക്സാം റിലേറ്റഡ് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് യൂട്യൂബ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്ക് ജസ്റ്റ് നിഹാൽ സാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട ടിപ്സ് നിഹാൽ സാർ അവിടെ പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ ഒറ്റ കാര്യം നിങ്ങൾ വീണ്ടും ആലോചിക്കുക, ലാസ്റ്റ് ടൈമാണ് നമ്മൾ ചെറിയ കുട്ടികളൊന്നല്ല, നമ്മൾ ഹയർ സെക്കൻഡറിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത വർഷമൊക്കെ വലിയ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകാനുള്ളതാണ്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഉത്തരവാദി. സോ നല്ല മക്കളായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.